ഹലോ ഗായ്സ്, അപ്പം മഴയൊക്കെയാണ്, നല്ല തണുത്ത കാറ്റ്, ഞങ്ങളുടെ ഇവിടെ ശംഖുപ്പൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ കടമങ്ങ അച്ചാറിടാൻ പോവാണ്. അപ്പം അതിൻ്റെ പുറകെ ഞാൻ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. ഞങ്ങളുടെ ഇവിടെ നല്ല മഴയാണ്, നല്ല കാലാവസ്ഥ മഴയാണ്. അതുകൊണ്ട് എല്ലാം കാണാം. ഇപ്പം മഴയല്ല, ഇപ്പം തോർന്നു. അപ്പം എല്ലായിടത്തും നല്ല രസങ്ങളായി നടക്കുവാണ്. നമുക്ക് എല്ലാം കാണാൻ പറ്റും. കണ്ടോ പൊളപ്പൂകൾ കണ്ടോ? അമ്മ ഇന്ന് ഉണക്കമാങ്ങ അച്ചാറിടാൻ പോവാണ്. അപ്പം നമ്മൾ മൈലാഞ്ചി പറിച്ചുകൊണ്ട് വന്ന് പിന്നെ നമുക്ക് അതൊന്ന് പറിച്ചെടുത്ത് ഇല്ലെങ്കിൽ ഒന്നുകൂടി നുള്ളി എടുത്ത് ഇതിനകത്തോട്ട് ഇടണം. അപ്പം നമുക്ക് നുള്ളി എടുക്കാവേ. അപ്പോൾ ഇന്ന് അമ്മുക്കുട്ടി മൈലാഞ്ചി അരയ്ക്കാൻ വേണ്ടി പോവാണ്. അരകലൊക്കെ എടുത്ത്. പക്ഷെ അരകല് കാണുമ്പോൾ ഓർക്ക് ഇത്ര ചെറുതാണ്, അതല്ലായിരുന്നു. കാരണം നമ്മൾ വെച്ചപ്പം നല്ല പൊക്കമുണ്ട്, മണ്ണിട്ട് നികത്തി വന്നപ്പം ഇങ്ങനെ ആയിപ്പോയതാണ് കേട്ടോ. അപ്പം അമ്മുക്കുട്ടി ഇന്ന് മൈലാഞ്ചി അരച്ചെടുക്കാൻ പോകുന്നത്. അമ്മുക്കുട്ടിക്ക് അരയ്ക്കാമെന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം അരയ്ക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഇങ്ങനെയാണ് അമ്മുക്കുട്ടിയുടെ അരയ്ക്കുന്നുണ്ട്. ബാലകരയല്ല, സ്വന്തമായിട്ട് മൈലാഞ്ചി ഇടാൻ വേണ്ടി തന്നെ അരയ്ക്കുന്നതാണേ കേട്ടോ. അമ്മുക്കുട്ടീൻ്റെ മൈലാഞ്ചി അരയ്ക്കുന്നുണ്ട്. എളുപ്പ പണിയാന്ന് പറഞ്ഞ് അരയ്ക്കുവാണ്. എന്നെ ഓടിച്ചു വിട്ട് ഞാൻ അരച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ സമ്മതിക്കത്തില്ല. അമ്മുക്കുട്ടി നമ്മുടെ മൈലാഞ്ചി അരച്ച് മുഴുവനാക്കി എടുത്തിട്ടുണ്ട്. തന്നെ അരച്ച് കേട്ടോ, ഇടിക്കുക. പാത്രത്തിലോട്ട് ആക്കി വെക്കുക. ഞാൻ വിചാരിച്ച പോലൊന്നും അല്ല കേട്ടോ, അമ്മുക്കുട്ടിക്ക് അരയ്ക്കാനൊക്കെ അറിയാം. അപ്പം അമ്മുക്കുട്ടി ഇന്ന് വൈകിട്ട് മൈലാഞ്ചി ഇടും കേട്ടോ. നമുക്ക് ഇടുന്ന വീഡിയോ കൂടെ എടുക്കാവേ. അടുപ്പത്തോട്ട് ചീനച്ചട്ടി വെച്ച് ചീനച്ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാവേ. അല്ലേ, ചീനച്ചട്ടി വെച്ചിട്ട് അതിനകത്തൊരു വെളിച്ചെണ്ണ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണ അധികം ദിവസം വെക്കാത്തതുകൊണ്ടാണ് ഈ എൻ്റെ ഉള്ള എണ്ണ ഒഴിക്കുന്നത്, വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഉലുവ ഇടുവാണേ. ഉലുവ കൂട്ടാൻ തുടങ്ങി. കടുക് ഇടുന്ന ഇട്ട് രണ്ടും കൂടി ഇപ്പം പൊട്ടി ഇതായിട്ടുണ്ട്. കടുക് പൊട്ടണം, നല്ലതായിട്ട് കടുക് പൊട്ടുക. അങ്ങനെ പൊട്ടി. പിന്നെ തീ കുറച്ച് വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വേണം. ഞങ്ങൾ വഴറ്റിയെടുക്കുന്നത് നല്ലോണം വഴറ്റിയെടുക്കാം നമുക്ക് കേട്ടോ. ഇനി ഇതിപ്പം ഇത് നല്ലത് വന്ന് പച്ചപ്പൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് നമുക്ക് ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ചേർക്കാവേ കേട്ടോ. ഞാൻ മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്തൊരു ഇപ്പം എൻ്റെ സ്പൂൺ ഇതാണ്. അപ്പം ഇതിന് ഒരു 2 സ്പൂൺ ഇത്ര സാധനം ഉള്ളത് കൊണ്ട് ഇത്ര മുളക് പൊടി ഞാൻ ചേർക്കുന്നത്. ഇതിലേക്ക് കായം കൂടി ചേർത്ത് എടുക്കുകയാണ്. കായ എനിക്കൊരു ഇതുണ്ടോ, കായ ചേർക്കണം. ഇതിട്ട് വഴറ്റിയെടുക്കാവേ. നല്ലതായിട്ട് വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് മൂത്ത് വരുമ്പോഴത്തേക്ക് മൂത്തില്ല, ഇതിപ്പോൾ എണ്ണയിൽ എടുക്കണം അതുകൊണ്ട് നല്ലതായിട്ട് ആയി വരുമ്പോൾ
വിനാഗിരി തിളക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിനി അതിനകത്ത് മൂത്ത് ഇതിപ്പോൾ എല്ലാം മസാല കൂട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാവേ. നന്നായിട്ട് വിനാഗിരി ഒഴിച്ച് നമുക്ക് എടുക്കാം. എനിക്ക് കാരണം അടമാങ്ങ ആയതുകൊണ്ട് അത് നന്നായിട്ട് ചാറ് വേണം. അപ്പം വെള്ളം ചേർക്കല്ലേ. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഇരിക്കത്തില്ല, പെട്ടെന്ന് തന്നെ ഇതായിപ്പോകും. അപ്പം വിനാഗിരിയാണ്, വേറെ വിനാഗിരി അവിടെ ചേർത്ത് കൊടുക്കുക. വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർക്കാം. നല്ല വിനാഗിരിയുടെ മണം വന്നിട്ടുണ്ട്. വിനാഗിരി കിടന്ന് ഒന്നുകൂടെ മുളകും വെളുത്തുള്ളി എല്ലാം കൂടെ വഴന്ന് വരും. നമുക്കിതിലോട്ട് അടമാങ്ങ ചേർക്കാൻ പോവാണേ. കണ്ടോ, അടമാങ്ങ അതിട്ട് നമുക്ക് റെഡിയാക്കി ഇളക്കി ഇങ്ങോട്ട് വെക്കാം കേട്ടോ. ഇതൊന്ന് തിരിച്ചോട്ടെ, ഡ്രൈ ആകാൻ വേണ്ടിയാണ് ഞാനിതിന് വെച്ചേക്കുന്നത്.